ജീവിതത്തിൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായിട്ട് മാറുമ്പോഴാണ് ജീവിതം ഭാരപ്പെടുന്നത്, സമാധാനക്കേട് ഉണ്ടാവുന്നത്. ബന്ധങ്ങളെ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, ആ ബന്ധങ്ങളോടുള്ള ഒട്ടൽ ഒഴിവാക്കണം. എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും തുറന്ന മനസ്സോടെ എല്ലാവരുമായിട്ട് ചിലപ്പോൾ ഒത്തുപോകാൻ കഴിയില്ല. ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ പ്രയാസമുണ്ടാകും. ഏത് ബന്ധമായാലും അതിനോട് ഒട്ടാതെ നിൽക്കണം. ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അത് ചില വസ്തുക്കളാകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം. അവിടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്, അതേപോലെ ആശയങ്ങളുണ്ട്. കണ്ണിനെയും കാതിനെയും നാവിനെയും രസിപ്പിക്കുന്ന ചിലത് ഉണ്ട്. ഇതിനോടുള്ള ബന്ധം ഒട്ടലായിട്ട് മാറുമ്പോൾ അത് ബന്ധനമായിട്ട് മാറുകയും സമാധാനക്കേട് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. ബന്ധങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തുന്ന കെട്ടുകളാണ്. മനസ്സ് പറയും ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് എൻ്റേതാണ്, ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇത് ബന്ധനമാണോ? അവിടെ സമാധാനക്കേട് ഉണ്ടാകും. ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഇവിടെ ആർക്കും ആരും സ്വന്തമല്ല. ഈ ഒരു തിരിച്ചറിവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഭാരപ്പെടാതെ സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. ബന്ധങ്ങളോടുള്ള ഒട്ടൽ ഉണ്ടാകുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ വേദന എന്ന് പറയുന്നത്, ദുഃഖമെന്ന് പറയുന്നത് അതാണ്. അതിന് ബന്ധങ്ങളെ സ്വാഭാവികമായിട്ടും ഒഴുകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സമാധാനവും സ്വാതന്ത്ര്യവും അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, തകരുമോ എന്നുള്ള ഭയം, ഇത് വേദനയുണ്ടാക്കുന്നുണ്ട്. ഇത് ബന്ധനത്തിൽ നിന്നാണ് ആ വേദന ഉണ്ടാകുന്നത്. അതേപോലെ ചില ബന്ധങ്ങൾ സുഖവും സന്തോഷവും ആശ്വാസവും അല്പനേരം നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ട്. അതിനെ പിടിച്ചു വെക്കാൻ നോക്കുമ്പോഴും അത് ബന്ധനമാണ്. അവിടെ സമാധാനക്കേട് ഉണ്ടാകുന്നുണ്ട്. ഒരു പൂവ് വിരിയുമ്പോൾ ചിത്രശലഭങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അരികിലേക്ക് വരും. അതേപോലെ മരങ്ങൾ പൂക്കുമ്പോൾ പക്ഷികൾ അതിൻ്റെ ശിഖരങ്ങളിലേക്ക് വരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. ആളുകളുമായിട്ടുള്ള ബന്ധം ഇതേപോലെയാണ്, ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പൂവിൻ്റെ അരികിലേക്ക് ചിത്രശലഭം വരുമ്പോൾ പറയണില്ല, നീ ഞാൻ വിരിയുമ്പോഴാണ് എൻ്റെ അരികിലേക്ക് വരുന്നത്. അതേപോലെ മരങ്ങൾ പക്ഷികളോട് പറയുന്നില്ല, നീ ഞാൻ പൂക്കുമ്പോഴാണ് എൻ്റെ അരികിലേക്ക് വരുന്നത്. എൻ്റെ ഇലകൾ കൊഴിയുമ്പോൾ നീ എന്നെ വിട്ടു പോകുന്നുണ്ട്, നീ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല. അവിടെ സ്വാഭാവികമായിട്ടും
സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അതേപോലെ ഒരു ബന്ധം ശരിയായ രീതിയിൽ അല്ലാതിരിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സ് വിശകലനം ചെയ്യും. അവിടെ ശരിയും തെറ്റും കാണും. ഈ ശരിയും തെറ്റും കാണുന്ന സമയത്ത് അത് ബന്ധനമാണ്. സ്വാതന്ത്ര്യം നൽകില്ലേ, സമാധാനപ്പെടാൻ കഴിയില്ല. ചില സമയത്ത് നമ്മൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ അതിൽ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ, അതിനോട് ഒട്ടുമ്പോൾ അത് സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നുണ്ട്. ശരിക്ക് അവിടെ വേണ്ടത് വിട്ടുവീഴ്ച മനോഭാവമാണ്. അത് വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ സമാധാനപ്പെട്ടിരിക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. ഈ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിൻ്റേതാണ്. വിശാലമായ കാഴ്ചപ്പാട് അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇല്ല. അവിടെ മനസ്സ് ഒഴിഞ്ഞിരിക്കും. ആ ഒഴിവിൽ സമാധാനപ്പെടാൻ കഴിയും. ഇഷ്ടങ്ങളോടുള്ള ബന്ധനമാണ്, അതുപോലെ അനിഷ്ടങ്ങളോട് എന്താണ് ബന്ധനമാണ്. ഇത് സ്വാതന്ത്ര്യത്തെ ഇല്ലാതെ ആക്കുന്നുണ്ട്. ഒരു ബന്ധം ശരിയായ രീതിയിലല്ലാതിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിന്ത ഉള്ളിൽ വരുന്നത് അതിനോടുള്ള ഒട്ടൽ ഉണ്ടായതുകൊണ്ടാണ്. സ്വാതന്ത്ര്യം അതിൻ്റെ ശരിയായ രീതിയിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാവണം, മനസ്സ് ശുദ്ധിയാവണം. മനസ്സ് ശുദ്ധിയാവുമ്പോൾ അവിടെ നഷ്ടങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കുമ്പോൾ മനസ്സ് ശൂന്യമാണ്, ഒഴിഞ്ഞിരിക്കുന്നതാണ്. അവിടെയാണ് യഥാർത്ഥ സമാധാനവും സ്വാതന്ത്ര്യവും ഉള്ളത്. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഒരാളോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്, ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എന്നിൽ ഉണ്ട്. ആ ബന്ധത്തെ പിടിച്ചു നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ശിഷ്യന് ഒരു പൂവ് നൽകിയിട്ട് പറഞ്ഞു, നീ അതിനെ അമർത്തിപ്പിടിക്കുക. ശിഷ്യൻ ഗുരു പറഞ്ഞതുപോലെ ചെയ്തു. അമർത്തിപ്പിടിച്ചപ്പോൾ അത് ചതഞ്ഞു. അതിൻ്റെ സുഗന്ധവും മനോഹരിതയും ആ സമയത്ത് നഷ്ടമായി. രണ്ടാമത് ഒരു പൂവും കൂടിയും കൊടുത്തിട്ട് ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ അതിനെ സൗമ്യമായിട്ട് പിടിക്കുക. ശിഷ്യൻ ഗുരു പറഞ്ഞതുപോലെ ചെയ്തു. സൗമ്യമായി പിടിച്ചപ്പോൾ അത് ചതഞ്ഞില്ല. അതിൻ്റെ സുഗന്ധവും സൗന്ദര്യവും ഏറെ നേരം നിലനിന്നു. ഗുരു പറഞ്ഞു, ഇതുപോലെയാണ് ബന്ധങ്ങളും. അതിനെ അമർത്തിപ്പിടിക്കുമ്പോൾ അത് തകരും. അതേ സമയത്ത് സൗമ്യമായിട്ട് അതിനെ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവും ഏറെ നേരം നിലനിൽക്കും. അതായത് പറഞ്ഞു വരുന്നത്, ബന്ധങ്ങൾ ഒഴിവാക്കണമെന്നല്ല പറഞ്ഞു വരുന്നത്, ആ ബന്ധങ്ങളോടുള്ള ഒട്ടൽ ഒഴിവാക്കണം. മനസ്സിന് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കുമ്പോഴാണ് സമാധാനപ്പെടാൻ കഴിയുന്നത്, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ